24 വർഷത്തിനിടയിൽ ആദ്യമായുള്ള പുടിന്റെ ഉത്തര കൊറിയ സന്ദർശനം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒന്നാണ്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം. വിദേശാക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ പരസ്പരം സഹായിക്കാൻ ധാരണയിലെത്തി നിൽക്കുകയാണ് റഷ്യയും ഉത്തര കൊറിയയും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തര കൊറിയ സന്ദർശനത്തിലാണ് തീരുമാനം. മറ്റു മേഖലകളിലും സഹകരണം ശക്തമാക്കാൻ ധാരണ. സുരക്ഷ, വാണിജ്യം, സാമ്പത്തികം, ടൂറിസം, സാംസ്കാരികം എന്നിങ്ങനെ സർവ്വമേഖലയിലും സഹകരണത്തിനുള്ള തന്ത്ര പങ്കാളിത്ത കരാറിലാണ് പുടിനും ഉത്തര കൊറിയ പ്രസിഡന്റ് കിം ജോങ് ഉന്നും ഒപ്പുവെച്ചത്. ഇതിലെ ഏറ്റവും നിർണായക കരാറാണ് വിദേശ ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ സഹായിക്കാനുള്ള പരസ്പര ധാരണ. പാശ്ചാത്യ ആക്രമണങ്ങളെ നേരിടാനും പരമാധികാരം ഉറപ്പാക്കാനും ഉത്തര കൊറിയ നടത്തുന്ന നീക്കങ്ങളെ റഷ്യ പിന്തുണയ്ക്കുമെന്ന് പുടിൻ പറഞ്ഞു. റഷ്യയെ ആക്രമിക്കാൻ വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് ആയുധങ്ങൾ നൽകുന്നുവെന്നും ഇത്തരം സാഹചര്യത്തിൽ ഉത്തര കൊറിയയുമായി സൈനിക സഹകരണം വരെ ഉണ്ടാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. യുക്രൈനിൽ റഷ്യ നടത്തുന്ന നീക്കങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് കിം ജോങ് ഉൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും പുതിയ കരാർ സമാധാനത്തിനും പ്രതിരോധത്തിനും വേണ്ടിയാണ് എന്നും ഉൻ പ്രതികരിച്ചു. ആയുധ കൈമാറ്റം നടന്നുവെന്ന ആരോപണത്തെ ഇരു രാജ്യങ്ങളും തള്ളിക്കളഞ്ഞു. ഉത്തര കൊറിയയുമായുള്ള ആയുധ കൈമാറ്റത്തിന് ഐക്യരാഷ്ട്രസഭയുടെ വിലക്കുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ വലിയ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കണ്ടത്. അതേസമയം യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ പൂർണ്ണമായി ഉത്തര കൊറിയ പിന്തുണച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും സൗഹൃദത്തിന്റെ പുതിയ തലത്തിലാണെന്നും റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും കൂടിക്കാഴ്ചയ്ക്കു ശേഷം ഉൻ പ്രതികരിച്ചതായി റഷ്യൻ വാർത്താ ഏജൻസി ഇന്റർഫാക്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ ഉത്തര കൊറിയൻ സംഘ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിനും ഉന്നും ഒറ്റയ്ക്ക് ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് വിദേശാക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ പരസ്പരം സഹായിക്കാൻ ധാരണയിലെത്തി നിൽക്കുന്നത്. പതിറ്റാണ്ടുകളായി അടിച്ചേൽപ്പിക്കപ്പെട്ട US സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ റഷ്യ പോരാടുകയാണ് എന്ന് പുടിൻ കിമ്മിനോട് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകൾ മോസ്കോയിൽ നടക്കുമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഊഷ്മളമായ സ്വീകരണമാണ് ഉത്തര കൊറിയ ഒരുക്കിയിരുന്നത്. ബുധനാഴ്ച പ്യോങ്യാങ്ങിലെ വിമാനത്താവളത്തിലെത്തിയ പുടിൻ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നേരിട്ടെത്തി സ്വീകരിച്ചു. സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കിം ജോങ് ഉൻ പുടിനെ സ്വീകരിച്ചത്. തുടർന്ന് റെഡ് കാർപ്പറ്റ് സ്വീകരണവും പുടിനായി ഒരുക്കി. കുട്ടികളടക്കം ആയിരങ്ങൾ അണിനിരന്ന സ്വീകരണ പരിപാടിയിൽ ഇരു രാജ്യങ്ങളുടെയും ദേശീയ ഗാനവും മുഴങ്ങി. യുക്രൈനെതിരായ ആക്രമണത്തിൽ റഷ്യ ഉത്തര കൊറിയൻ ആയുധങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. നിരവധി കണ്ടെയ്നർ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ഷിൻ വോൺ സിക് വെളിപ്പെടുത്തിയത്. ഇതിനു പകരമായി റഷ്യ ഭക്ഷണവും സാമ്പത്തിക സഹായവും ഉത്തര കൊറിയയിലേക്ക് നൽകുന്നുണ്ട് എന്നും വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മിസൈൽ നിർമ്മാണത്തിലും ചാര സാറ്റലൈറ്റുകളുടെ നിർമ്മാണത്തിലുമുള്ള സാങ്കേതിക വിദ്യ സഹായമാണ് റഷ്യയിൽ നിന്ന് ഉത്തര കൊറിയ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആണവ ശക്തികളെ ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുടെ കൂടിക്കാഴ്ചയെ മറ്റ് ലോകരാജ്യങ്ങൾ വളരെയധികം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ അടുപ്പം സൂക്ഷിക്കാത്ത ഇരു രാജ്യങ്ങളും ആയുധ കൈമാറ്റം, മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമടക്കം ചർച്ചയാകുന്നത് കൂടുതൽ ആശങ്കയ്ക്ക് വക നൽകുന്നതാണെന്ന് വിദേശകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവിനും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്കിനുമൊപ്പമാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്. കോവിഡിനു ശേഷം ഉത്തര കൊറിയ സന്ദർശിക്കുന്ന ആദ്യ ലോക നേതാവ് കൂടിയാണ് പുടിൻ. 2023 കിം ജോങ് ഉൻ റഷ്യ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.